നമ്മുടെ ഇറച്ചിക്കറിയുടെ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്നു കറിച്ചട്ടി തന്നെ വെക്കാം. കറിച്ചട്ടിയിൽ കുറച്ച് ഉപ്പും എണ്ണയും ഉള്ളിയും ചേർത്ത് വഴറ്റുകയാണ്. കടുകൊന്നും താളിച്ചിട്ടില്ല കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ ഇടുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് ഒരു പകുതി വേവൊക്കെ ആകുമ്പോഴത്തേക്കും തേങ്ങാക്കൊത്തിടാം. ഇപ്പോൾ ഉള്ളി വഴറ്റാം. അപ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ചിട്ട് വരാം. ഞാൻ ഇന്ന് വിചാരിച്ചത് കറിച്ചട്ടി വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കല്ലിൽ അരയ്ക്കാമെന്ന് വിചാരിച്ച്. ശരി, ഓക്കെ. അപ്പം നമുക്ക് കല്ലിൽ പോയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ചിട്ട് വരാം. നമ്മൾ ചിക്കൻ കറി വെക്കാൻ ഞാൻ വിചാരിച്ചേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കല്ലിൽ അരച്ച് വെക്കാമെന്ന്. എപ്പോഴും മിക്സിയിൽ അരച്ചല്ലേ, കല്ലിലൊന്ന് ചതച്ച് വെക്കാമെന്ന് വിചാരിച്ച്. ജസ്റ്റ് ഒന്ന് ചതയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇഞ്ചി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇഞ്ചി വൃത്തിയാക്കാൻ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതേ ഉള്ളൂ. കുറച്ചും കൂടെ അരയണോ? ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ചെയ്യാം. ആ മതി 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 മതി. അതേ കണക്ക് തന്നെ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കുവാണേ. വെളുത്തുള്ളിയൊക്കെ നല്ല വഴണ്ടി. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കനിലേക്ക് ഒരു കൊഴുപ്പ് കിട്ടാനും ഒരു ഇച്ചിരി രുചി കൂടാനും വേണ്ടി കുറച്ച് ഉള്ളിയും ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങയും കറിവേപ്പിലയും ചേർത്ത് ഞാനൊന്ന് ഫ്രൈ ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇച്ചിരി ഒന്ന് മൂത്ത് വരട്ടെ. ഇതാണ് നമ്മുടെ മസാലകൾ. മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി. തേങ്ങ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ എല്ലാം ഇട്ട് കൊടുത്തേ. അപ്പം ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം പറ്റി ഇതാണ്ട് എണ്ണ തെളിഞ്ഞുണ്ടല്ലോ. ആ സമയമായപ്പോഴത്തേക്ക് ഞാൻ അരച്ചത് ഉണ്ട്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചില്ലേ, ആദ്യം കല്ലിൽ തന്നെ ഞാൻ അരച്ച്. ഇതിനകത്ത് തേങ്ങയുണ്ട്. തേങ്ങയും കുറച്ച് കറിവേപ്പിലയും പിന്നെ മസാലകളെല്ലാം കൂടെ കൂട്ടി അരച്ച്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം, ഇപ്പോഴും നമ്മൾ വെള്ളം ചേർക്കത്തില്ല. ഇത് കുറച്ച് നേരം ഈ മസാല ഇതിനകത്ത് പിടിക്കണം. അതിനുശേഷം നമ്മൾ പച്ചവെള്ളം ഒഴിക്കത്തില്ല. വെട്ടി തിളപ്പിച്ച വെള്ളമായിരിക്കും നമ്മളിതിനകത്ത് ഒഴിക്കുന്നത്. ഇനി പച്ചയായിട്ടുള്ള ഒന്നും ചേർക്കരുത്. കാരണം ചിക്കൻ കുക്കായി. പിന്നെ മസാലകളെല്ലാം നമ്മൾ വേവിച്ചാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കണ്ട ഒരു ആട്ടിറച്ചി കിടക്ക് തോന്നില്ലേ? അങ്ങനെ ചിക്കൻ തേങ്ങയിൽ വറുത്തരച്ചതാണ്. അത് ഓവർ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് കുറച്ച് മസാല ഒന്നും കൂടെ വഴരുമ്പോഴത്തേക്കും നമുക്ക് വെട്ടി തിളപ്പിച്ച വെള്ളം നമുക്കിതിനകത്ത് ഒഴിക്കാം. ചിക്കൻ കറിക്ക് വേണ്ട തേങ്ങാക്കൊത്തി ഞാൻ ഫ്രൈ ചെയ്യണം കേട്ടോ. ഫ്രൈ ആയി നമുക്ക് തീ നിർത്തി കൊടുക്കാം. കടുക് വറുത്ത ആ പാനിൽ തന്നെ ഞാൻ ഇച്ചിരി കറിവേപ്പിലയും ഉള്ളിയും ഇച്ചിരി ഒരു പട്ട, ഒരു ഗ്രാമ്പു, പിന്നെ എന്താ പറയുന്നത് കറുവപ്പട്ട, പിന്നെ നമ്മുടെ കറുവപ്പട്ട പത്തി, ഏലക്ക, ഇതെല്ലാം കൂടെ ചേർത്ത് ഉണക്കമുളകും കൂടെ കടുക് വറുത്തിട്ട് ഇനി ഇറച്ചിയിലോട്ട് ഇടുകയാണ്. തേങ്ങാക്കൊത്തൊക്കെ ഞാൻ ആദ്യമേ അങ്ങ് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. മസാല ഇപ്പോൾ ആവി കാരണം അത് അങ്ങനെ കാണുന്നില്ല. അപ്പോൾ തേങ്ങാക്കൊത്തും ഇറച്ചി ഒരു പകുതി കുക്കായതേ ഉള്ളൂ കേട്ടോ. എല്ലാം ആയി. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഈ മസാല, അതായത് നമ്മൾ മസാലപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തെങ്കിൽ എല്ലാം ഓരോന്ന്, ഒരു ഏലക്ക, ഒരു ഗ്രാമ്പു, പട്ട, കറിവേപ്പില, ഉണക്കമുളക്, ഉള്ളി, കടുക് വറുത്തത്, ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇനി നമ്മൾ ഇത് തുറക്കുകയേ ചെയ്ത് തീ കുറച്ച് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കണം. ഇതിന് പറ്റിയ അടപ്പില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ദോശയുടെ ഒക്കെ ഒരു തവ ഉണ്ടായിരുന്നു. ആ തവ വെച്ച് അടച്ചു കൊടുത്ത് ശരി നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. തീ കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ, അല്ലെങ്കിൽ കറിച്ചട്ടിയല്ലേ അടി പിടിക്കും. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയുടെ ഫൈനൽ റിസൾട്ടാണ്. ഞാൻ കഴിക്കാൻ പോവുകയാണ്. തേങ്ങ വറുത്തരച്ചതാണ്. എനിക്ക് എത്രയായാലും ഈ തേങ്ങയൊക്കെ വറുത്തരച്ചിരിക്കുമ്പോൾ കടുവൊക്കെ വറുത്തിടുന്ന ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തേങ്ങ അരച്ച് വെച്ച ഡാല്, അതുകൊണ്ട് തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി, പപ്പട്, ചോറ്. അപ്പം ഞാനിത് കഴിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും എൻ്റെ ചിക്കൻ കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിലൊന്ന് രേഖപ്പെടുത്തണേ. ഓക്കെ. നല്ല ചിക്കനൊക്കെ നല്ല വെന്തുടഞ്ഞിട്ടുണ്ട്. വാ, നല്ല ചൂട്, എനിക്ക് ചൂട് പിടിക്കാൻ വയ്യ.